ഹായ് ഹലോ ചങ്ങായിമാരെ. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ വന്നിട്ടുള്ളത്. അപ്പം ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട കമൻസ് പങ്കുവെക്കും. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ അതായത് 18/12/2025 ഇന്നലെ ഞാൻ ഒരു സ്കൂളിൻ്റെ ഒരു സിസ്റ്റം നന്നാക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലായിരുന്നു. അപ്പം എൻ്റെ വണ്ടി റിസർവിൽ ഓൾറെഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. തീരാൻ എണ്ണയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചപ്പുറമല്ലേ പെട്രോൾ പമ്പ്, എണ്ണ അടിക്കാനും വെച്ചിട്ട് എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ ഇങ്ങനെ പോകലായിരുന്നു. കാൽക്കുലേഷൻസ് എല്ലാം തെറ്റി, വണ്ടി നിന്നുപോയി. മാക്സിമം പിഴിഞ്ഞെടുത്ത് വണ്ടി ഫുള്ളി സ്റ്റോപ്പായി. ഈശ്വര, പെട്രോൾ പമ്പിലേക്ക് ഇനി കറക്റ്റ് നോക്കുവാണെങ്കിൽ 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ. അതേപോലെ ഈ സ്കൂളിലേക്ക് ഒരു 3 കിലോമീറ്റർ മൊത്തത്തിലുണ്ടല്ലോ. എന്താ ചെയ്യാം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കലായിരുന്നു. ഒരു അശരീരി, ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നെല്ലാം പറയുന്നതാണേ ഒരു അശരീരി. എന്താ മോനെ എന്നേർന്ന് പറ്റുക? ഇതെവിടെ നിന്ന് ഈശ്വര വന്നതിന് ശരി. ഞാൻ മുമ്പിൽ നോക്കി, ബാക്കിൽ നോക്കി, എല്ലാം നോക്കുമ്പോൾ ഞാൻ എൻ്റെ വണ്ടി നിർത്തിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്ന് അശരീരി വന്നത്. അപ്പം ഞാനിങ്ങനെ തള്ളുന്ന കണ്ടരാന്ന് ഒരാളെന്നോട് ചോദിക്കുന്നു, ഇത് ആരാന്നുള്ളത് എനിക്ക് കാണുന്നില്ല. വീണ്ടും ചോദിച്ചു, എന്താ പോലെ എണ്ണ തീർന്നു പറ്റാ? ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് ആ ഭാഗത്തേക്ക് നോക്കി. അന്നേരം ഒരു മനുഷ്യൻ ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. എണ്ണ തീർന്നിട്ടാണെങ്കിൽ ഈ വണ്ടി ഇങ്ങോട്ട് എടുക്കുന്നു തന്നെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻഡിക്കേറ്റർ ഇട്ട് നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള അവരെ കടേൻ്റെ അവിടെ വണ്ടി എൻ്റെ മേത്തിങ്ങനെ ചരിച്ച് വെച്ചു. എന്നിട്ട് പിന്നെ നീ സ്റ്റാൻഡേർഡ് വണ്ടി എന്ന് പറഞ്ഞു. ഞാൻ സ്റ്റാൻഡ് ഇട്ടു. നിങ്ങൾ സ്റ്റാൻഡേർഡ് വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാൻഡ് ഇട്ടു. അയാൾ വേഗം ഉള്ളിൽ പോകുന്നു, ചാവി എടുക്കുന്നു, അയാളെ വണ്ടിയുടെ ബോട്ട് സർവീസ് തുറക്കുന്നു, 1 ലിറ്റർ കുപ്പീൻ്റെ ഉള്ളിൽ ഫുൾ എണ്ണയുണ്ട് അതിൽ എടുക്കുന്നു. എന്നോട് പറഞ്ഞു, മോനെ ആവശ്യമുള്ളത് നീ എടുത്തോന്ന്. ഞാൻ എല്ലാവട്ടെ ഇത് റിസർവും കഴിഞ്ഞുകൊണ്ട് ഈ 300-400 മില്ലിലൊന്നും ആവും തോന്നില്ല, ഫുൾ ഒഴിക്കേണ്ടി വരുന്നത്. നീ എത്രയുള്ള ചെന്നിട്ട് ഒഴിച്ചു തരാൻ പറ്റും. ആ മനുഷ്യൻ തന്നെ പെട്രോൾ ടാങ്ക് തുറന്നിട്ട് ഒഴിക്കാൻ പഠിച്ച് നോക്കിയെൻ്റെ. എന്നിട്ട് നാളൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ പറഞ്ഞു, നീ എന്നെ ഒഴിച്ചോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേട്ടാ ഞാൻ ഫുൾ ഒഴിച്ചോട്ടെ തന്നെ. ഞാൻ പറഞ്ഞേട്ടാ ഈ കുപ്പി എടുക്കുന്നുണ്ട്. എന്തിനാ മോനെ തന്നെ? ഞാൻ പറഞ്ഞല്ല, മടങ്ങി വരുമ്പോൾ ഞാൻ എണ്ണ കൊടുത്തരാം, പെട്രോൾ ഉണ്ടല്ലോ അപ്പുറം. അയ്യോ എണ്ണയൊന്നും വേണ്ട മോനെ, അതൊന്നും വേണ്ട, നീ ഇതിനായിട്ട് നീ വരണ്ട, അതെല്ലാം വിട്ടേക്കപ്പാ, എപ്പം ചെയ്തിട്ടല്ലേ, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ പോടും തന്നെ, കുഴപ്പമില്ല, അതൊന്നും വേണ്ട തന്നെ. ഞാൻ പറഞ്ഞു, അതല്ല ഏട്ടാ, നിങ്ങളെ വണ്ടിക്ക് അടിക്കാൻ പഠിച്ച എണ്ണ അത് ശരിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, കുപ്പിയും വെച്ച് പോയി. താങ്ക്സ് ഏട്ടാന്നും പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോയി സിസ്റ്റർ എല്ലാം അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അവിടുന്ന് പൈസയും വാങ്ങിച്ചു. മടങ്ങി വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെട്രോൾ പമ്പ് കയറി വണ്ടിയിൽ ഒരു 100 രൂപ എണ്ണ അടിച്ച് ഈ 1 ലിറ്ററിൻ്റെ കുപ്പിയിലും അതേ കണക്കിന് 100 രൂപ എണ്ണയും വാങ്ങിച്ച് അടിച്ചു വന്നു. ഇവരൊക്കെ ഉണ്ട്, ഞാൻ നിൽക്കാമെന്ന് വരും പുറത്തേക്ക് തന്നെ. എന്താ നിങ്ങൾ എണ്ണാനെ ഇതിനായിട്ട് നീ എന്തിനാ അപ്പോൾ വന്നതിന് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ വെച്ച്. എന്താ പറഞ്ഞു, എന്താ വെച്ച്? ഞാൻ നിങ്ങളെ വീഡിയോ ഒന്ന് ഞാൻ എടുത്ത് വിട്ടോട്ടെ, എനിക്കൊരു ചാനലുണ്ട്, നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വെച്ചിട്ടാണ്. സത്യസന്ധമായിട്ട് പറയട്ടെ, ഇവിടെയാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പം പറയുന്നത്. കാരണം ഇന്ന് ഒന്ന് സംസാരിക്കാൻ പോയിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ വരെ, ഒരാളെ മുഖത്തേറ്റ് ഒന്ന് പുഞ്ചിരിക്കാൻ വരെ മടിക്കുന്ന, താല്പര്യമില്ലാത്ത, അത്യധികം ക്രൂരന്മാരായിട്ടുള്ള ജനങ്ങളെ, എല്ലാവരും എന്ന് പറയുന്നില്ല, എന്നാൽ മോസ്റ്റ് ഓഫ് ദം തന്നെ പറയാം. അതായത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരിലുണ്ട് എന്ന് പറയുന്നത് തന്നെയല്ലേ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര അതിശയം തോന്നുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേ എനിക്ക് ഇതേപോലെ സഹായം വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പല സ്ഥലം വിചാരിക്കേണ്ട ഓർക്കാപ്പുറത്ത് എനിക്ക് ഇതേപോലെ ദൈവത്തിൻ്റെ കരസ്പർശം എന്ന് പറയുന്ന പോലെ എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പേ, ഇതേപോലെ 5-6 കൊല്ലങ്ങൾക്ക് മുമ്പേ ഇതേപോലെ ഞാനൊരു കോഴിക്കോട് ഇൻ്റർവ്യൂ പോയി വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പൈസയില്ല. ഭക്ഷണം കഴിച്ചാൽ ഞാൻ വിചാരിച്ച എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അന്നേരം ഭക്ഷണം കഴിച്ചാൽ ട്രെയിനിലോ ബസ്സിലോ പോകാൻ കഴിയില്ല. കീശയിൽ വെറും 5 രൂപ ഉണ്ടായിട്ടും ബാക്കി. പിന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോകുമ്പം ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോൾ കുറച്ച് പൈസ അധികമായി പോയിരുന്നു. ഞാൻ അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈം പോകുന്നതല്ലേ. അപ്പം മടങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്നിക്കൽ ഭക്ഷണം അല്ലേ വണ്ടി. ഭക്ഷണം കഴിക്കാൻ വയറെല്ലാം പുകയുന്നൊരു സമയം ഞാൻ എന്ത് ചെയ്തു, വണ്ടിയിലാണെങ്കിൽ തന്നെ തലശ്ശേരി വരെ വരാനുള്ള ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ, പൈസ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ദൈവം എന്ത് ചെയ്യും ഭഗവാനെ എന്നിട്ട് ബസ്സിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ വെച്ചിരുന്ന പിന്നെ നോക്കാം എന്തെങ്കിലും ഉണ്ടാവില്ലേ, നടക്കാമെന്ന് വിചാരിച്ചിട്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മണ്ടൻ ചിന്താഗതി, നടന്നു പോവാം, ഇനി സാറിലൊരു 10-20 കിലോമീറ്റർ അല്ലേ നടക്കാം എന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വേറെ ഒന്നല്ല, ഒരു സർവീസാണ്. ഈ അടിയുള്ള ഞാൻ മതി കറക്റ്റ് തലശ്ശേരി തന്നെയാണ് ആ സ്ഥലം ഉണ്ടായിരുന്നത്. തലശ്ശേരിയിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയി
അപ്പം വണ്ടിയിലൊന്നും പോകാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഓട്ടോറിക്ഷ പിടിച്ച് വന്നതാണ് കസ്റ്റമർ. ഞാൻ ഓക്കെ നോക്കാൻ. ഞാൻ 1.5 കിലോമീറ്റർ നടന്നു പോയി അവിടുത്തെ സർവീസെല്ലാം കഴിച്ചു. കിട്ടിയ പൈസയിൽ ഞാൻ ഫുഡും കഴിച്ചു. ഒരു ബിരിയാണി, അന്നേരം 120 റുപ്യ ഒരു ബിരിയാണി, ഫുള്ള് ബിരിയാണിയും കഴിച്ചു. ബാക്കി ഒരു ബസ്സിൽ രാത്രി എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ അന്ന് ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഇതൊക്കെ ഒരു അപ്രതീക്ഷിതമായിട്ട് സംഭവം. അതേപോലെയായിരുന്നു ഇതും. ഇത്രയും സ്വാർത്ഥന്മാർ ജീവിക്കുന്ന, ഒന്ന് പരസ്പരം മിണ്ടാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ താല്പര്യമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ അവനവൻ അടിക്കാൻ വേണ്ടി വെച്ച എണ്ണയിലുള്ള അയാളെടുത്ത് ഇന്ന് വരെയായിട്ട് എന്നെ കണ്ടിട്ടില്ല, ഞാൻ അവരെയും കണ്ടിട്ടില്ല, നമ്മൾ യാതൊരു ബന്ധവുമില്ല. അയാൾക്ക് വേണമെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കാം. പക്ഷേ ഞാൻ ഇത്രയും ദൂരം എങ്ങനെയാ നീ തള്ളിക്കൊണ്ടുപോവാ ഈ പൊരിവയിലെത്ത്, നീ ഇങ്ങോട്ട് വാ, വണ്ടിയുടെ സ്റ്റാൻഡാക്കി വെക്ക്, നിങ്ങൾ സ്റ്റാൻഡാക്കി വെക്ക് എന്നെല്ലാം പറഞ്ഞു. ഞാൻ വെച്ചു. അതിന് ഞാൻ വിചാരിച്ചു വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വാന്ന് പറയായിരിക്കുന്നു. പക്ഷെ അതല്ല, ആ മനുഷ്യൻ പെട്രോളിന്റെ ബൂട്ട് സ്പേസ് തന്നെ തുറന്ന് പെട്രോൾ എടുത്ത് എനിക്ക് ഒഴിച്ചു തരാൻ വേണ്ടിയിട്ട് വരെ ശ്രമിച്ചു ആ മനുഷ്യൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ നോക്കി എത്ര ആഴ്ച അയച്ചോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മടങ്ങി വന്ന് ടാങ്ക്സും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കിയിട്ടുള്ളൊരു പാഠം, 1000 ശത്രുക്കൾ, അതിപ്പോൾ നമ്മളെ മിത്രങ്ങളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, 1000 ആൾക്കാർ പ്രതിസ്ഥാനത്ത് നമ്മളെ നേർക്ക് വന്നാലും, അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന, അതിപ്പോൾ അപരിചിതരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു 10 പേര് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ റിച്ചാണ് ലൈഫിൽ, ഒന്നും പറയല്ല. അതേപോലെ തന്നെ ദൈവം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോന്ന് വെച്ചാൽ, ഈ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളായിട്ടോ അതേപോലെ തന്നെ മോസ്കിലോ പള്ളിയിലോ ഒന്നും തന്നെയല്ല ദൈവം ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനത്തെ സഹായങ്ങൾ ആയിട്ട് വരുന്ന മനുഷ്യന്മാരിലൂടെ, ചിലപ്പോൾ മൃഗങ്ങളിലൂടെ, ചിലപ്പം ചില പ്രതിഭാസങ്ങളായിട്ട് വരുന്നതാണ് ദൈവം. ജാതി, മതം, വർണ്ണം, വർഗം, മതം, ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി മാത്രമാണ്. ഇതൊന്നല്ല കാര്യം. മനുഷ്യൻ ഒന്നാണ്. അതായത് സ്നേഹമാണ് ദൈവം, ത്യാഗമാണ് ദൈവം, ബഹുമാനമാണ് ദൈവം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ റിജു സൈനിങ് ഓഫ്. കച്ചവടങ്ങളല്ലേ ഇവരാണ് എനിക്ക് എണ്ണാണിച്ച് സഹായിച്ചത് കേട്ടോ. താങ്ക്സ് കേട്ടോ, ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളിപ്പോൾ ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക്സ് കേട്ടോ.